വയനാട് ദുരന്തത്തിന്റെ മെമ്മോറാണ്ടത്തിനെതിരെയുള്ള വ്യാജ വാർത്തയിൽ നിയമ നടപടിയിലേക്ക് സംസ്ഥാന സർക്കാർ. കേരളത്തിൽ നടക്കുന്നത് നശീകരണ മാധ്യമ പ്രവർത്തനമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വിവാദ നിർമ്മാണശാലകളായി മാധ്യമങ്ങൾ മാറിയെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. മെമ്മോറാണ്ടം തയ്യാറാക്കുന്നത് മന്ത്രിമാരല്ല, അതിനായി പരിശീലനം ലഭിച്ച വിദഗ്ധരാണ്. ആ മെമ്മോറാണ്ടം കള്ളക്കണക്കെന്ന് പ്രചരിപ്പിച്ച മാധ്യമങ്ങൾ കേന്ദ്രം സഹായം നൽകുന്നില്ല എന്ന് പറയാൻ എന്തുകൊണ്ട് തയ്യാറാകുന്നില്ലെന്നും മുഖ്യമന്ത്രി ചോദിച്ചു. വയനാട് ദുരന്തത്തിന്റെ മെമ്മോറാണ്ടത്തിനെതിരെയുള്ള വ്യാജവാർത്ത പരിധികൾ ലംഘിച്ച സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി ശക്തമായ ഭാഷയിൽ മാധ്യമങ്ങളെ വിമർശിച്ചത്. കേരളത്തിനെതിരായ മാധ്യമങ്ങളുടെ ദുഷ്പ്രചരണം എല്ലാ സീമകളും കടന്നു. കേരളീയരും ഇവിടത്തെ സർക്കാരും ലോകത്തിനു മുന്നിൽ അവഹേളിക്കപ്പെട്ടു. ഇത് കേവലമായ വ്യാജവാർത്താ പ്രചരണമോ മാധ്യമ ധാർമ്മികതയുടെയോ പ്രശ്നമല്ല. വ്യാജവാർത്തകളുടെ വലിയ പ്രശ്നം നുണകളല്ല, ആ നുണകളുടെ പിന്നിലെ അജണ്ടയാണ്. ആ അജണ്ട ഈ നാടിനും ജനങ്ങൾക്കുമെതിരായ ഒന്നാണെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. ഒരു സംശയവുമില്ലാതെ പറഞ്ഞു വെക്കാനുള്ളത്, ഇതൊരു സാധാരണ മാധ്യമ പ്രവർത്തനമല്ല, വിശേഷിപ്പിക്കാവുന്നത് നശീകരണ മാധ്യമ പ്രവർത്തനമെന്ന് മാത്രമാണ്. ഈ നശീകരണ മാധ്യമ പ്രവർത്തനം സമൂഹത്തിനെതിരായ കുറ്റകൃത്യമാണ്. തങ്ങളുടെ വിശ്വാസക്കാർക്ക് മാത്രമല്ല, സമൂഹത്തിനെതിരായ കുറ്റകൃത്യമാണ് ചെയ്യുന്നത് എന്ന തിരിച്ചറിവ് ഇത്തരം ആളുകൾക്കുണ്ടാവണം. വിദ്യാഭ്യാസക്കുറവിൻ്റെ പ്രശ്നമല്ല. കാരണം പ്രതീക്ഷിക്കുന്ന ചിലവും അവർ പറഞ്ഞ ഈ ചെലവഴിച്ച തുക എന്നതും തമ്മിലുള്ള വ്യത്യാസം നല്ലതുപോലെ അവർക്കെല്ലാം അറിയാലോ. അവരുടെ ചില പ്രത്യേക താല്പര്യങ്ങളുടെ കുഴപ്പമാണ് ഇവിടെ ദൃശ്യമാവുന്നത്. ഇത്തരം വ്യാജ പ്രചരണങ്ങൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ നിർബന്ധിതമാവുകയാണ്. ഇതാദ്യമല്ല മാധ്യമങ്ങൾ ഇത്തരം വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നത്. സർക്കാരിനെതിരെ മാത്രമല്ല, തങ്ങൾക്ക് ഹിതകരമല്ലാത്ത വ്യക്തികൾക്കെതിരെയും ഇത്തരം പ്രചരണങ്ങൾ നടത്തിയിട്ടുണ്ട്. കെവിൻ കേസ്, ഓമനക്കുട്ടൻ വിഷയം, വയനാട് രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ആക്രമണം, AKG സെന്റർ ആക്രമണ കേസ് എന്നിവയെല്ലാം മാധ്യമങ്ങളുടെ ക്രിമിനൽ വാസനയുടെ ഉദാഹരണങ്ങളാണെന്ന് മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. മാധ്യമപ്രവർത്തനത്തിൻ്റെ മാനം മാറുന്നു. കേരളത്തെ തകർക്കുന്നതിനുള്ള നീക്കങ്ങൾക്ക് ചില മാധ്യമങ്ങൾ സ്വയം ആയുധമാവുകയാണ്. ഏത് കാര്യവും തെറ്റായ വാർത്ത നൽകി വഴിതിരിച്ചു വിടാനാണ് ശ്രമിക്കുന്നത്. ഇവിടെ ഒരു നാടിനെ തന്നെയാണ് ആക്രമിക്കുന്നത്. സർക്കാരിനെതിരെയുള്ള വ്യാജ വാർത്തകളും വ്യാജ പ്രചാരണങ്ങളും മാത്രമല്ല, ജനങ്ങൾക്ക് വലിയ തോതിൽ ഉപകാരപ്രദമാകുന്ന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ തകർക്കാനും ബോധപൂർവമായ ചില ശ്രമങ്ങൾ ഉണ്ടാകുന്നു. അതിൽ പ്രാഗൽഭ്യം തെളിയിച്ച വിദഗ്ധരാണ്. അങ്ങനെ വിദഗ്ധർ തയ്യാറാക്കിയ കണക്കുകളെയാണ് മാധ്യമങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ചത്. മെമ്മോറാണ്ടത്തിലുള്ളത് പെരുപ്പിച്ച കണക്കുകളല്ല, പ്രതീക്ഷിത കണക്കുകളാണെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. മെമ്മോറാണ്ടത്തിലെ ഈ ആക്ച്വൽസ് കണ്ട് അത് ഇതിനോടകം ചെലവഴിച്ചു കഴിഞ്ഞ പണം ആണെന്നാണ് ദുർവ്യാഖ്യാനം ചെയ്ത് പ്രചരിപ്പിച്ചത്. മെമ്മോറാണ്ടം തയ്യാറാക്കുന്ന ഘട്ടത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ മുന്നിൽ ഇവയുടെയൊന്നും ചെലവുകളുടെ യഥാർത്ഥ ബില്ലുകൾ ലഭ്യമായിട്ടില്ല. നടക്കുന്ന രക്ഷാപ്രവർത്തനവും അത് എത്ര നാൾ തുടരാൻ സാധ്യതയുണ്ട് എന്നതിൻ്റെയും അടിസ്ഥാനത്തിൽ ഒരു പ്രോജക്റ്റഡ് തുക തയ്യാറാക്കി സമർപ്പിക്കാനാണ് സാധിക്കുക. അത് ചിലപ്പോൾ കൂടുതലോ കുറവോ ആകാം. കേരളത്തെ തകർക്കുന്നതിനുള്ള നീക്കങ്ങൾക്ക് ചില മാധ്യമങ്ങൾ സ്വയം ആയുധമാവുകയാണ്. മാധ്യമങ്ങൾ മാത്രമാണ് ഇല്ലാ കഥകൾ പറഞ്ഞു പരത്തുന്നത് എന്നും പറയാനാകില്ല. അതിനു പിന്നിലെ രാഷ്ട്രീയവും അജണ്ടയുമാണ് പരിശോധിക്കേണ്ടതെന്നും കൊറോണ പ്രളയകാലത്തെ പ്രതിപക്ഷത്തിന്റെ നിലപാടുകൾ വിശദീകരിച്ച് മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.